ഇൻസ്ട്രക്ടർമാർക്കും പഠിതാക്കൾക്കും ഹലോ. ഇന്ന് ഞങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഓർഗനൈസേഷനും മാനേജ്മെന്റും എന്ന വിഷയം പര്യവേക്ഷണം ചെയ്യുകയാണ്. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും വർക്ക്ഷോപ്പ് ലേഔട്ടും ഓർഗനൈസേഷനും അതിന്റെ മാനേജ്മെന്റും, 5S ആശയവും അതിന്റെ പ്രയോഗവും വിശദീകരിക്കുക, വർക്ക്ഷോപ്പ് സുരക്ഷയും അപകടങ്ങളുടെ കാരണങ്ങളും നിർവചിക്കുക. വർക്ക്ഷോപ്പ് ലേഔട്ടും ഓർഗനൈസേഷനും. വർക്ക്ഷോപ്പ് ലേഔട്ട് ശ്രദ്ധാപൂർവം വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ലഭ്യമായ ഫ്ലോർ ഓരോ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ഘടകത്തിനും ഒരു ഇടം ഒരു വർക്ക്ഷോപ്പിന്റെ നന്നായി സംഘടിപ്പിച്ച ശില്പശാലയുടെ സവിശേഷതകൾ. അനുകൂലമായ അന്തരീക്ഷം, സുരക്ഷ, സൗകര്യം, ടൂൾസും എക്യുപ്മെന്റ്സും മെഷീനറിയും, ലഭ്യമായ സ്ഥലത്തിന്റെ ഓർഗനൈസേഷൻ, ലൈറ്റിംഗും വെന്റിലേഷനും. ഒരു വർക്ക്ഷോപ്പ് ലേഔട്ട് തയ്യാറാക്കാൻ പിന്തുടരേണ്ട ഘട്ടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് പോലെയാണ്. വർക്ക്ഷോപ്പിന്റെ യഥാർത്ഥ ലഭ്യമായ ഫ്ലോർ സ്പേസ് അളക്കുകയും സ്കെയിൽ ഡ്രോയിംഗ് തയ്യാറാക്കുകയും വേണം. ജാലകങ്ങൾ, വാതിലുകൾ, തൂണുകൾ, നിരകൾ എന്നിവയുടെ കൃത്യമായ സ്ഥാനം വ്യക്തമായി കാണിക്കണം. വർക്ക്ഷോപ്പിന് ആവശ്യമായ എല്ലാ മെഷീനറി ഉപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ലിസ്റ്റ് തയ്യാറാക്കണം. പ്രാധാന്യത്തിനനുസരിച്ച് സാധനങ്ങളുടെ ക്രമം തയ്യാറാക്കണം. ഫ്ലോർ സ്പേസ് ക്രമീകരിച്ച ശേഷം സംഭരണം, കുടിവെള്ളം തുടങ്ങിയ മറ്റ് സൗകര്യങ്ങൾക്ക് ഒരുക്കണം. ഹെവി മെഷീനറികളിലും പരിസരത്തും മതിയായ തുറസായ സ്ഥലം നൽകണം. മേൽപ്പറഞ്ഞ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഓരോ ഇനത്തിനും ആവശ്യമായ ഫ്ലോർ സ്പേസ് ശരിയായി കണക്കാക്കിയിട്ടുണ്ടെന്നും ഓരോ വ്യക്തിയും കൈവശപ്പെടുത്തിയിരിക്കുന്ന ഫ്ലോർ സ്പേസ് ഏരിയ ഒരേ സ്കെയിലിലാണെന്നും കാണാൻ ശ്രദ്ധിക്കണം. വർക്ക്ഷോപ്പിന്റെ ഭാവി വിപുലീകരണത്തിന് വ്യവസ്ഥ ചെയ്യണം. മേൽപ്പറഞ്ഞ ഘട്ടങ്ങൾ പിന്തുടർന്ന് ഒരാൾക്ക് ഒരു നല്ല വർക്ക്ഷോപ്പ് ലേഔട്ട് തയ്യാറാക്കാൻ കഴിയും. വർക്ക്ഷോപ്പ് മാനേജ്മെന്റ്. പരിശീലനം നൽകുന്നതിന് സുസജ്ജമായ വർക്ക്ഷോപ്പ് അത്യാവശ്യമാണ്. വർക്ക്ഷോപ്പിലെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകുന്ന വിധത്തിൽ ശരിയായി ക്രമീകരിച്ചിരിക്കണം. എന്നാൽ അത് അവഗണിച്ച കാര്യങ്ങൾ ഒറ്റയടിക്ക് ക്രമീകരിച്ചാൽ മതിയാകില്ല. അതിനാൽ വിജയകരമായ പരിശീലകനാകാൻ ഒരു വർക്ക്ഷോപ്പ് ആസൂത്രണം ചെയ്താൽ മാത്രം പോരാ. എന്നാൽ നല്ല മാനേജ്മെന്റോടെ അത് പരിപാലിക്കുന്നത് വളരെ പ്രധാനമാണ്. പരിശീലന പ്രവർത്തനത്തിന്റെ കാര്യക്ഷമമായ മാനേജ്മെന്റിന് ഒരു ഇൻസ്ട്രക്ടർ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഘടകങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ശുചിത്വം, നിലകൾ, എണ്ണ, ഗ്രീസ്, വെള്ളം, മറ്റ് വഴുവഴുപ്പ് എന്നിവയിൽ നിന്ന് മുക്തമായിരിക്കണം. വർക്ക്ഷോപ്പ് പരിസരത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അടുത്ത ദിവസത്തേക്ക് എല്ലാം ക്രമത്തിലാണോ എന്ന് പരിശോധിക്കാൻ സായാഹ്ന ശ്രദ്ധ വേണം. വ്യക്തികൾ അവരുടെ ജോലിസ്ഥലം വൃത്തിയും വെടിപ്പുമുള്ളതായി സൂക്ഷിക്കണം. ടൂൾസും എക്യുപ്മെന്റുകളും ഉപകരണങ്ങളും നിർബന്ധമായും വൃത്തിയാക്കി അതത് സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം. സ്ക്രാപ്പും പാഴ്വസ്തുക്കളും അവശിഷ്ടങ്ങളും വൃത്തിയായും അടുക്കായും സൂക്ഷിക്കുന്നു. അധ്യാപകൻ ഏറ്റവും മികച്ച ഉദാഹരണമായിരിക്കണം. വർക്ക്ഷോപ്പ് വൃത്തിയായും സൂക്ഷിക്കുന്നു. വർക്ക്ഷോപ്പ് ലേഔട്ടിന്റെ പ്രയോജനങ്ങൾ. ഫ്ലോർ സ്പേസ് സാമ്പത്തികമായി ഉപയോഗിക്കാം. സാധ്യമായ ബോധ്യവും അസൗകര്യവും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ മുമ്പ് കാണുകയും പരിഹരിക്കുകയും ചെയ്യുക. മെറ്റീരിയലുകളുടെ പരിപാലനവും ഉപകരണങ്ങളും വൃത്തിയാക്കുകയും പരിശോധിക്കുകയും വേണം പതിവായി. സ്റ്റോക്ക് രജിസ്റ്ററുകളും ആവശ്യമാണ്. അവിടെ വേണം ഉപകരണങ്ങൾ സംഭരിക്കുന്നതിനുള്ള ശരിയായ ക്രമീകരണവും ഉപകരണങ്ങൾ എല്ലാം സ്വന്തമായി മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട്. ഉപയോഗശേഷം അതത് സ്ഥലവും. സാധാരണയായി ഉപകരണങ്ങളായിരിക്കും ടൂൾ ബോർഡ് എന്ന ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഉപകരണങ്ങളുടെയും പരിപാലനവും നന്നാക്കലും. ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ 2 തരങ്ങളായി തിരിച്ചിരിക്കുന്നു. ക്രമം തെറ്റുന്നതിനു മുമ്പ് ഉപകരണങ്ങളുടെ എക്വിപ്മെന്റ് മെയിന്റനൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഉപകരണങ്ങൾ പതിവായി പരിശോധിക്കണം. ഇത് ചെയ്യുന്നതിലൂടെ പ്രായോഗിക സമയത്ത് ഉണ്ടാകുന്ന ചില ചെറിയ തകരാറുകൾ താമസിയാതെ ഉടൻ പരിഹരിക്കാനാകും. ഒരു മെയിന്റനൻസ് ഷെഡ്യൂൾ ഉണ്ടാക്കുകയും അത് ശരിയായി പിന്തുടരുന്നുണ്ടെന്ന് ഇൻസ്ട്രക്ടർ കാണുകയും വേണം. ക്രമം തെറ്റിയ ശേഷം ഇത് കറക്റ്റീവ് മെയിന്റനൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എപ്പോൾ ഉപകരണങ്ങൾ ക്രമരഹിതമായി പോകുന്നു, ഇത് ഒരു പ്രധാന കടമയാണ്. അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ ഇൻസ്ട്രക്ടർ വിദഗ്ധർ ഉപകരണങ്ങൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട ഫീൽഡിൽ നിന്ന് വിളിക്കണം. അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണം. സഹിതം നൽകിയ ചരിത്ര ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യന്ത്രം. ഇത് ഒരു റഫറൻസ് ഉറവിടമായും വർത്തിക്കും ഭാവിക്കായി. ജോലിസ്ഥലത്തെ ഓർഗനൈസേഷനായി 5S
ജോലിസ്ഥലത്തെ ഓർഗനൈസേഷനോടുള്ള ചിട്ടയായ സമീപനമാണ് 5S. ജോലിസ്ഥലത്തെ ഈ 5S കൺസെപ്റ്റ് ഗുണനിലവാര പാരാമീറ്ററുകൾ ഓർഗനൈസേഷൻ മെത്തഡോളജി 5 ജാപ്പനീസ് ലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഏത് വാക്കുകൾ? സെയ്രി, സെയ്ഡൺ, സീസോ, സെയ്ക്കറ്റ്സു, ഷിറ്റ്സുഗെ. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അവയെല്ലാം ആരംഭിക്കുന്നത് എസ് എന്ന അക്ഷരത്തിലാണ്. ഇനങ്ങൾ എങ്ങനെയാണെന്ന് പട്ടിക വിവരിക്കുന്നു. അടുക്കിയ, സ്ഥിരതയുള്ള, വ്യവസ്ഥാപിതമായി വൃത്തിയാക്കിയ, സ്റ്റാൻഡേർഡ്, സുസ്ഥിര. ജപ്പാനിലെ ഹിരോയുക്കി ഹിറാനോയുടെ ആശയമാണ് 5S. ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മെലിഞ്ഞ നിർമ്മാണത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഇത് സ്ഥിരതയും സ്റ്റാൻഡേർഡൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മെച്ചപ്പെട്ട സുരക്ഷ, ഗുണനിലവാരം, ഡെലിവറി പ്രകടനം എന്നിവ കൊണ്ടുവരിക. ചെലവ് നിയന്ത്രണവും. 5S ഗുണനിലവാര പാരാമീറ്ററുകൾ. സോർട്ട്, സീരി, ആവശ്യമുള്ളത് അടുക്കുക, അല്ലാത്തത് ഒഴിവാക്കുക. സെറ്റ്, സീറ്റൺ, എല്ലാത്തിനും ഒരു സ്ഥലം, അതിന്റെ സ്ഥാനത്ത് എല്ലാത്തിനും. ഷൈൻ, സീസോ, വൃത്തിയുള്ളതും പരിപാലിക്കുന്നതും, അതിനാൽ എല്ലായ്പ്പോഴും പുതിയതായി കാണപ്പെടുന്നു. സ്റ്റാൻഡേർഡൈസ്, സീകെറ്റ്സു, അതിനെ മാനദണ്ഡമാക്കി അച്ചടക്കം പാലിക്കുക. സസ്റ്റൈൻ, ഷിറ്റ്സുക്ക്, സിസ്റ്റം ഓഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തുക. വർക്ക്ഷോപ്പ് സുരക്ഷയും അപകട കാരണങ്ങളും. ട്രെയിനികൾ മെഷീനുകളിൽ ജോലി ചെയ്യേണ്ടതുണ്ട്. ശക്തിയാൽ നയിക്കപ്പെടുകയും ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ജോലി ചെയ്യുമ്പോൾ അത്തരമൊരു യന്ത്രത്തിൽ അപകടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അജ്ഞത പോലെ അപകടത്തിന് പല കാരണങ്ങളുണ്ട്. അശ്രദ്ധ, ക്ഷീണം, അനുചിതമായ വസ്ത്രം മുതലായവ. വിഷയം നിർവചിക്കുന്നു. വർക്ക്ഷോപ്പ് ലേഔട്ടും ഓർഗനൈസേഷനും അതിന്റെ മാനേജ്മെന്റും. 5S ആശയവും അതിന്റെ പ്രയോഗവും വിശദീകരിക്കൽ. വർക്ക്ഷോപ്പ് സുരക്ഷയും അപകടങ്ങളുടെ കാരണങ്ങളും നിർവചിക്കൽ. ഈ വിഷയം താങ്കൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ വിഷയം പഠിക്കും. അതുവരെ സുരക്ഷിതരായിരിക്കും.